ശ്രീ രാജു പി നായർ ഇവിടെ അഡ്വക്കേറ്റ് പി എ പ്രജി ഇടതു നിരീക്ഷകൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബോധ്യം പറയുന്നത്, അദ്ദേഹം ആ മേഖലയിലെ ആൾ എന്ന നിലയ്ക്ക് കൂടി പറയുന്നത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ പ്രജി വിശ്വസിക്കുന്ന പാർട്ടിക്ക് അതത്രയും ബോധ്യപ്പെടുന്നില്ല. ധാർമ്മികത എന്ന് ഉറപ്പായും, ഇടതുപക്ഷ ധാർമ്മികത എന്ന് ഉറപ്പായും ആ വാക്കിന് പ്രസക്തി ഉണ്ട് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. ശ്രീ രാജു പി നായർ പക്ഷേ സമാനമായ ആരോപണം നേരിട്ട ഏതെങ്കിലും ഒരു MLA യുടെ രാജി അടുത്ത കാല ചരിത്രം പോട്ടെ, കേരള ചരിത്രത്തിൽ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? രാജു പി നായർ CPM വെക്കുന്ന പ്രതിരോധം വിൻസെന്റ് MLA ആണ്, CPM വെക്കുന്ന പ്രതിരോധം എൽദോസ് കുന്നപ്പള്ളിയാണ്. ഈ രണ്ടുപേരും അവിടെ സമാന ആരോപണങ്ങളിൽ, ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിൽ ആരോപണമുണ്ടായി, അദ്ദേഹത്തിന് അറസ്റ്റുണ്ടായി, അദ്ദേഹത്തിൻ്റെ കുറ്റപത്രമുണ്ടായി, പിന്നീട് ജാമ്യമടക്കം ഉണ്ടായെങ്കിലും ഈ രണ്ടുപേർ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണോ മുകേഷ് എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മറുപടിയില്ലായ്മയിൽ എങ്ങനെയാണ് നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് കടുത്ത പ്രതിഷേധമായി രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുക? രാജു പി നായർ, ഹാഷ്മി, ആദ്യമായിട്ട് ഇത് CPM-ന്റെ ഒരു MLA-ക്കെതിരായിട്ടുള്ള ആരോപണമാണ്. CPM-ന്റെ MLA-ക്കെതിരായിട്ടുള്ള ആരോപണത്തിന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് CPM-ന്റെ നിലപാട് അറിയുന്നതിന് CPM-ന്റെ ഒരു പ്രതിനിധി ഈ ചർച്ചയിൽ ഉണ്ടാവണമായിരുന്നു. എന്തുകൊണ്ടാണ് 24-ൽ ഇല്ല? ഇനി CPM-ന് വേണ്ടിയിട്ട് 24-ഉം ഒരു ഒരു സഹായം ചെയ്യുകയാണോ? ആരോപിച്ചാൽ തെറ്റു പറയാൻ പറ്റാത്ത അപ്പൊ അതാണ് കാരണം. CPM-ന് പൊതുജന മധ്യത്തിൽ തലയിൽ മുണ്ടിട്ടിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലല്ലേ? ഇത്രമാത്രം ജീർണിച്ചൊരു പാർട്ടി ഈ രാജ്യത്ത് വേറെയുണ്ടോ? സ്വന്തം ഒരു MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട്, കാരണം എന്താ അറിയോ, പുറത്തേക്ക് വരാൻ പറ്റില്ല. ഞാൻ എൽദോസ് കുന്നപ്പള്ളിയുടെ വിൻസെന്റ് കഥ ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് മുകേഷിനെതിരായിട്ടുള്ള ആരോപണം സീരിയൽ ഒഫൻഡർ അല്ലേ? ഈ മന്ത്രിസഭയിലുള്ളൊരു മന്ത്രി പത്രപ്രവർത്തകയായിരുന്ന സമയത്ത് അവർ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. CPM അറിയാത്തതാണോ? 2 ഭാര്യമാരെ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും ഡൊമസ്റ്റിക് വയലൻസിന് വിധേയരാക്കുകയും ചെയ്ത വെർബൽ അബ്യൂസ് ഉൾപ്പെടെയുള്ള ആരോപണം നിലനിൽക്കുമ്പോഴാണ് മുകേഷിനെ MLA ആയിട്ട് മത്സരിപ്പിച്ചത്, മുകേഷിനെ MP ആക്കാൻ മത്സരിപ്പിച്ചത്, ഇല്ലേ? ഇതെല്ലാം പുറത്തു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഓടി ഒളിക്കുകയല്ലേ. ഇന്നലെയും എനിക്കറിയായിരുന്നു 24 വിളിക്കാഞ്ഞിട്ടല്ലാന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ 24 ഇന്നലെ ഉണ്ടായിരുന്ന ചർച്ചയിലും CPM-ന് പ്രതിനിധിയില്ല. അങ്ങ് സമാനമായ ആരോപണങ്ങൾ എന്ന് പറയുന്നല്ലോ എൽദോസ് കുന്നപ്പള്ളിക്കും വിൻസെന്റിനെതിരെ. സമാനമായ ആരോപണമല്ല, സമാനതകൾ ഇല്ലാത്ത ആരോപണമാണ്. പണ്ട് മൃഗയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ഈ വാറുണ്ണി കയറിയ വീട് എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ഇന്ന് കേരളത്തിലെ CPM-ന്റെ MLA കുറിച്ച് മുകേഷ് കയറിയ വീട് എന്ന് പറഞ്ഞാൽ വാറുണ്ണി കയറിയ വീട് എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങ് സമാനതകളെ കുറിച്ച് പറഞ്ഞല്ലോ, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും വിൻസെന്റിനെതിരെയും ആരോപണം വന്നു. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ 2 പേർക്കുമെതിരെ പാർട്ടി നടപടിയെടുത്തു. പാർട്ടി നടപടിയെടുത്തിട്ട് അവരെ സെക്രട്ടറി സ്ഥാനത്ത്, KPCC സെക്രട്ടറി സ്ഥാനത്ത് വിൻസെന്റ്. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എൽദോസ് കുന്നപ്പള്ളി മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം നിങ്ങൾക്കുണ്ടോ? കൃത്യമായി രാജു പി നായർ, ഞാൻ പറയട്ടെ, മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ പറയട്ടെ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കാന്നുള്ള മുകേഷിന്റെ തീരുമാനമാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് എന്താണ് തീരുമാനം? അതല്ലേ പ്രശ്നം. CPM ശരി വെപ്പിക്കുന്നില്ല, ചുരുങ്ങിയ വർഷം ആ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് മാറ്റി നിർത്താൻ തയ്യാറാണോ? അല്ലല്ലോ. ഞങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, വിൻസെന്റിനെ പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്തി, ഇല്ലേ? അവസാനം എൽദോസ് കുന്നപ്പള്ളി കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ഏകദേശം അനുകൂലം എന്ന് പറയാവുന്ന രീതിയിലൊരു വിധി ഉണ്ടായതിനു ശേഷമാണ് തിരിച്ചു വരുന്നത്. വിൻസെന്റിനെ കുറിച്ച് നമുക്കറിയാം. അതൊക്കെ പിന്നീടല്ലേ? അതൊക്കെ ആരോപണത്തിന്റെ ഘട്ടത്തിലോ കേസെടുക്കുന്ന ഘട്ടത്തിലോ അല്ല, അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കോടതി. താങ്കൾ ഈ പറയുന്ന അതേ വ്യവഹാര വഴി കൂടെ മുകേഷിന് പോകാമല്ലോ. പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്തല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ CPM-നെ കുറിച്ച് ചോദിക്കുന്നത്. അവൈലബിൾ കമ്മിറ്റി കൂടിയിട്ട് എന്താ തീരുമാനിച്ചത്? മുകേഷിനെതിരെ ഒരു നടപടിയും വേണ്ടതല്ലേ തീരുമാനിച്ചത്? എങ്ങനെ നടപടി എടുക്കാൻ കഴിയും ഹാഷ്മി? ഇതിനകത്ത്, ഈ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് രാഷ്ട്രീയ കാര്യം, ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്. P. ശശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് CKP പത്മനാഭന്റെ വാർത്ത നമ്മൾ വായിച്ചില്ലേ? എന്താ CKP പത്മനാഭൻ പറഞ്ഞത്? എന്നെ രോഗാതുരനാക്കിയത് ഈ പാർട്ടിയാണ്. എന്തായിരുന്നു CKP പത്മനാഭൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്ത തെറ്റ്? അദ്ദേഹത്തിന്റെ മകൾ P. ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, ഇല്ലേ?
മുകേഷിനെതിരെ നടപടിയെടുത്താൽ അവിടെ നിന്ന് ചോദിക്കൂലേ എന്നാ പിന്നെ എന്തായിരുന്നു ശശിക്കെതിരെ നടപടിയെടുക്കാൻ ഞാൻ ചോദിക്കില്ലേ? ഇനി നോക്കൂ, PK ശശി എന്താ സംഭവം? ഇത് തന്നെയായിരുന്നില്ലേ സംഭവം? നമ്മുടെ ഒപ്പമൊക്കെ ചർച്ചയ്ക്ക് വന്നിരുന്ന ഒരു യുവ നേതാവ് ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു വിഷയം? ഇതല്ലേ വിഷയം? ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, പൂക്കാസയുടെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. ഹാഷ്മി ശ്രദ്ധിച്ചോ? പൂക്കാസയുടെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. ആരാണ് ആള്? അദ്ദേഹത്തിനെതിരെ 13 വയസ്സുള്ള ഒരു കുട്ടി 2021 ഫേസ്ബുക്കിലൂടെ എന്നെ പീഡിപ്പിച്ചു. അല്ല രാജു പി നായർ, ഇതിന്റെ ചരിത്രം തിരിഞ്ഞു പോയാൽ അങ്ങനെ ഉണ്ടാവും. എല്ലാ പാർട്ടിയിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞു ഇവരൊക്കെ CPM ആയതുകൊണ്ടാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഇതിലെ പ്രശ്നം എന്താണ്? ഇതിലെ പ്രശ്നം എന്താണ്? രാജു പി നായർ നിങ്ങൾക്ക് നാളെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇറങ്ങിക്കൊണ്ട് സമരം നടത്താൻ കഴിയാത്തതിന്റെ പ്രശ്നം, സമാനമായ ആരോപണം നേരിട്ടവർ, സമാനമായ രീതിയിൽ ജയിലിൽ കിടന്നവർ, സമാന പ്രശ്നങ്ങൾ നേരിട്ടവരെ നിങ്ങൾ MLA സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ടില്ല. അത് എം വിൻസെന്റ് കാലത്ത് അത് രാഷ്ട്രീയ ഇപ്പോൾ CPM പറയുന്നത് പോലെ, അല്ലെങ്കിൽ KN ബാലഗോപാലെങ്കിലും പറയുന്നത് പോലെ അത് രാഷ്ട്രീയ പ്രേരിത പ്രതിഷേധമാണ് എന്ന് നിങ്ങൾ അന്ന് നിലപാട് സ്വീകരിച്ചവരാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആർജവത്തോടെ, ഇപ്പോൾ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പറയാം, എൽദോസ് കുന്നപ്പള്ളിക്ക് പിന്നീട് അനുകൂലമായ വിധിയുണ്ടായി എന്നൊക്കെ പറയാമെങ്കിൽ കൂടിയും ആർജവത്തോടെ എങ്ങനെയാണെന്ന് മുകേഷ് MLA ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുന്ന ആ വകുപ്പ് ചുമത്തപ്പെട്ട MLA സ്ഥാനം രാജിവെക്കണം എന്ന ഒരു മുദ്രാവാക്യം എന്നതൊക്കെ പറയാമെങ്കിൽ കൂടിയും ആർജവത്തോടെ ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ നിങ്ങൾക്ക്, രാജു പി നായർ? ഹാഷ്മി, അതാണ് ആർജവത്തോടെ CPMന്റെ നിലപാടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ മുകേഷിന്റെ നിലപാട് ചോദിക്കുന്നില്ല. ഒരു സീരിയൽ ഒഫൻഡറായ ക്രിമിനലായ മുകേഷിന്റെ നിലപാട് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് CPMന്റെ നിലപാടാണ്. എന്തുകൊണ്ട് CPM മുകേഷിനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ പാർട്ടിക്ക് നടപടിയെടുക്കാൻ പോലും CPM തയ്യാറല്ല? കാരണം CPMനകത്ത് മുഴുവൻ ഈ സ്ത്രീ പീഡകരുടെ പാർട്ടിയായി CPM മാറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ശശിക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? ശശിക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ പാർട്ടിയിൽ മുഴുവൻ അതിനകത്ത് സ്ത്രീ പീഡകരുടെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് മാറി. അതല്ലേ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലും ചെയ്തത്? ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലും ഈ അന്വേഷണങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്നതിന്റെ കാരണം CPMന് സംരക്ഷിക്കേണ്ടത് മുകേഷിനെയും മറ്റു പലരെയുമാണ്. അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്തനംതിട്ടയിലും കൊല്ലത്തും എല്ലാം വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനപ്പുറം എഡിറ്റ് ചെയ്ത് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരു SIT ഉണ്ടാക്കിയപ്പോൾ പോലും SITയിൽ ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ അന്വേഷിക്കരുത് എന്ന് തീരുമാനിക്കപ്പെട്ടത്. അപ്പോ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുക എന്നുള്ളത് കേരളത്തിലെ CPMന്റെ അജണ്ടയാണ്. പ്രജ്വൽ രേവണ്ണയുടെ അതേ മനസ്ഥിതിയിൽ കേരളത്തിലെ CPM നിൽക്കുന്നു.